ഇപ്പോൾ ഇത് മഞ്ഞൊക്കെ മാറി നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു 5-6 ആട് പോയിട്ട് 2-3 ദിവസമായി. അപ്പോൾ അതിനെ ഒന്ന് നോക്കാനായിട്ട് കയറി പോവപ്പോൾ ഈ കാട്ടിക്കൂടെ വേണോട്ട് കയറി പോകാനായിട്ട്. ഇനി അത് എവിടെയാണ് പോയി നിൽക്കണേ എന്നാന്നുള്ള പോയി കണ്ടുപിടിക്കണം. ഞാൻ മാത്രമല്ല കേട്ടോ പോകുന്നത്, വേറെ ഉണ്ട് 2 പേരും കൂടി. ഇതിൻ്റെ മണ്ടേന്നാട്ടോ നമ്മൾ കുടിക്കാൻ വെള്ളം എടുക്കുന്നത്. അതിൻ്റെ ഓസൊക്കെ അത് ഈ പുല്ലുമേടിന് തീ കയറി കഴിഞ്ഞപ്പോൾ കുറേ ഓസൊക്കെ കത്തിപ്പോയി. അപ്പോൾ അത് കുറേയൊക്കെ വലിച്ച് ഈ പാറയെ കൂട്ടിയിട്ടേക്കണം. ഈ കാണുന്നത് കത്തിപ്പോയതിൻ്റെ ബാക്കി. ഇത് കണ്ടില്ലേ, മുറിച്ചിട്ടേക്കണോ. അപ്പോൾ അത് കത്തിപ്പോയതിൻ്റെ ബാക്കിയാണ് ഇങ്ങനെ പാറ. ഇനി ഇവിടുന്ന് റോട്ടിലേക്ക് ഇങ്ങനെ ആ കാണുന്ന കേട്ടോ കൃഷറൊക്കെ, ട്രാഫിക്കിൻ്റെ കൃഷർ. ഇതിൽ വണ്ടി പോകുന്ന ചെറുതായിട്ട് കാണാം. അല്ല ആ മരത്തിൻ്റെ ഇടയ്ക്കോടെ വണ്ടി പോകുന്ന റോഡാണ്. ഇതെല്ലാം പുല്ലുമേടിന് തീ കയറി കത്തിപ്പോയ ഓസാട്ടോ. ഇത് ഇതുണ്ടോ ഉരുകി കിടക്കണേ, അത്രയേ ഓസ് കത്തിപ്പോയി. ഇതുകൊണ്ടോ ഓസ് ഉരുക്കി കത്തി കിടക്കണ. ഇത് അവിടെ വെള്ളത്തിനിട്ടായിരുന്ന ഓസ് എല്ലാം മൊത്തം ഉരുകിപ്പോയി, നാശകോശമായിപ്പോയി. ഇനിയിപ്പോൾ വേനലാകുമ്പോഴത്തേക്കും മൊത്തം എല്ലാ ഓസും മേടിച്ച് റെഡിയാക്കി. ഇത് മണ്ണിനടിയിൽ കൂടെ ഇട്ടതാണ്. ആന വന്ന സമയത്ത് എല്ലാം പിടിച്ച് വലിച്ച് നാശമാക്കി പൊട്ടിച്ച് കളഞ്ഞു. ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ പോയിൻ്റ്, നല്ല സെറ്റപ്പാണ്. ഇവിടെ നിന്നാൽ വണ്ടി പോകുന്ന കാണാം, എല്ലാ കാഴ്ചകളും കാണാം. റോഡാണ് താഴെ കാണുന്നത്. ഇങ്ങനെ ഇതുണ്ടോ. ഇപ്പോൾ വെയിൽ കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി മങ്ങലായിട്ടാണ് കാണുള്ളൂ. അടിപൊളി സ്ഥലമല്ലേ. ഇതിനപ്പുറം തമിഴ്നാടാട്ടോ, ആ മലയുടെ അപ്പുറം. പിന്നെ ഇതാട്ടോ പുലിമലയിലുള്ള ഒരു കുളം. ഇനിയിപ്പോൾ അത് ഇച്ചിരി വേനലൊക്കെ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം നന്നാക്കി എടുക്കണം. ഇതില്ല പന്നിയാണോ എന്താണോ ഇതിൽ ഇറങ്ങുന്നുണ്ട്, ഇതിനകത്ത് വെള്ളം കുടിക്കാൻ. ഇതൊക്കെ നന്നായി. ഇതൊക്കെ പറ്റില്ലാത്ത വെള്ളമാണ് ഇത്. എത്ര വേനൽ വന്നാലും പറ്റില്ലാത്ത വെള്ളമാണ് ഇത്. ഇതേപോലത്തെ 3 കുഴിയുണ്ട് ഈ മലയിൽ. ഞാൻ ഇതിനല്ല വന്നത്, ആടിനെ നോക്കട്ടെ. അവിടെ ഒരാൾ കണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ പോയി നോക്കട്ടെ. എങ്ങനെ ഇருக்கு? ആ ഇത് ഞങ്ങൾ 2 പേരും കൂടി ആടിനെ നോക്കാൻ പോയി. വാ 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 വാ. ആട് താഴെയാ, ഓടിയോ. വാ ഇങ്ങോട്ട് വാ. വാ വാ വാ. അന്ന് പുല്ലിനകത്തോടെ നടക്കാൻ മുടിയില്ലേ. അങ്ങനെ ആടിനെ കണ്ടുപിടിച്ചിട്ടോ. ഇത്രയും മുകളിൽ കയറി വന്നിട്ട് ആടിനെ കണ്ടുപിടിച്ചു. ഇല്ല, അങ്ങ് വേറെ 2 നായി നിൽക്കുന്നത്. പോ 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 പോ. പോ. നീ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുവാണോ? ഇങ്ങോട്ട് പോവോ? ആ ഞാൻ ഈ സൈഡിൽ കൂടെ വരാം. ഇതിലൊക്കെ പോയാൽ താഴെ പോകും മയില്. ഓ ഇതുണ്ടോ എത്രയും വലിയ കുഴിയാ. പോ താഴെ പോകോ, താഴെ. അപ്പുറത്തെ പാറ കയറണേ. അപ്പുറത്തെ പാറയെ കയറിയിട്ട് ഇങ്ങനെ താഴത്തോടെ വാ. അങ്ങോട്ട് പോവാ.
നിൽക്കണാണ് ആടുകൾ. വീണ്ടും മുകളിലേക്ക് പോവുക. വീണ്ടും മേളിലേക്ക് തന്നെ വരുവാണോ? വീണ്ടും മേളിലേക്ക് തന്നെ വരുവാ. അപ്പടിയേ താഴത്തേക്ക് വാ. രാമരുടെ കാട്ടിലേക്ക് ഇറങ്ങാൻ പാതയുണ്ടോ? ആ, അങ്ങോട്ട് പോകാനാ അത്. അങ്ങോട്ട് പോകാനുള്ള പ്ലാനാ. കൊഞ്ചം ചീക്കരം പോ. അങ്ങനെ ആടിനെ കണ്ടുപിടിച്ചു. ഇവിടെ താഴെ അവരെ എത്തി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ വീട്ടിലേക്ക്. അയ്യോ, ഇവിടുത്തെ വെള്ളം കുടിക്കുന്ന ഒരു കുഴിയും കൂടെ കാണിച്ചു തരാം. ഇതാട്ടോ, ഇതാ വെള്ളം കുടിക്കുന്ന ഒരു കുഴിയും കൂടി. ഇതിനകത്തുനിന്ന് പോസ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴുകാറായി കിടക്കുക. അല്ല, ഇങ്ങോട്ട് പോരെ അതിനകത്ത് ചാടരുത്. ബാ, അവിടെ ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് പോരെ. ബാ, നമുക്ക് വിട്ടു. ആടല്ലെങ്കിൽ ഇനി അവിടെ നിന്നും പോകും. ഒരു പട്ടി. ആടെവിടെയാ? ആ, ഞാൻ ഇതിലേ അങ്ങോട്ട് പോകാം, താഴത്തേക്ക്. ആ, എങ്ങോട്ട്? ആ, പയ്യ അങ്ങോട്ട് ഇറങ്ങിടേ. ചെറു റിസ്ക്കാണ് ഇതിലെ പോക്ക്. കാലൊക്കെ ചവിട്ടൂടാ. പൊക്കോ. ആടെവിടെയാന്ന് ഓടി പോയി നോക്ക്. പോ. അങ്ങനെ ആടുകൾ വീടിൻ്റെ അടുത്തെത്തിയിട്ടോ. ആളെ കാണുമ്പോഴത്തേക്കും പാഞ്ഞു പോകുക ആട്. ഇതിൻ്റെ കാട്ടാട് പോലെ ആയിപ്പോയി 2-3 ദിവസം കാട്ടിക്കിടന്നപ്പോൾ തന്നെ. എന്നാ ചെയ്യാനാ? നമ്മൾ പോയി ആടിനെ കണ്ടുപിടിച്ചതിന് മുട്ടായി മേടിച്ചു തരാൻ പറഞ്ഞു. കണ്ടോ? കണ്ടോ? ഇവിടെ നോക്കടാ കള്ളച്ചണ്ടി. കണ്ടോ? ആ, നമ്മൾ പോയി ആടിനെ നമുക്ക് കണ്ടുപിടിച്ചതിന് മുട്ടായി മേടിച്ചു തരാൻ പറയണം. കണ്ടോ? ആ, മീശയിലൊന്നും നക്കല്ലേ. അയ്യേ, നക്കല്ലേ. നക്കരുത് അടിമേടി. ഓക്കെ.